സുകന്യെ മുരിങ്ങാക്രമണം. എന്താ ഒരു നിശബ്ദത? നിശബ്ദതേ ശരിക്കുള്ള രൂപം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാലേ അറിയൂ. ആരുടെ? മൊത്തത്തില് ആരും ആള് എനക്കൊന്നും കാണാല്ലോ അവിടെ തന്നെ. കുട്ടികളുടെ അല്ലേ? ഞാനിപ്പോൾ ഒച്ചടലൊക്കെ നിർത്തിയിട്ടോ. കുട്ടികൾ ചെറുതാവുമ്പോഴായിരുന്നു അടുത്ത വീട്ടുകാർ അച്ചു വാ അമ്മു വാ പറഞ്ഞിട്ട് തൊള്ളിട്ടിട്ട് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കും. 1 കിലോമീറ്റർ അപ്പുറത്തോ ഒക്കെ കേൾക്കും. ഇപ്പോൾ സുകന്യയുടെ സൗണ്ടാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് കേൾക്കുന്നത്. അല്ല, കുട്ടികളുടെ കേൾക്കണ്ടാവും. കുട്ടികളെ ഒക്കെ ഫോണിൽ എവിടെങ്കിലും കൂടിയിട്ടുണ്ടാവും. വീടിങ്ങനെ കാണുമ്പോഴാണല്ലേ വീടിങ്ങനെ കേൾക്കും. അല്ല, ഞാനതാ പറയുക, വീടിങ്ങനെ കാണുമ്പോൾ സൈലൻ്റ് ആവുമെന്നും പറയാ. അതിൻ്റെ ഉള്ളിലത്തെ തിരക്കണ്ട് കഴിഞ്ഞാൽ കോഴീന്നോ? കോഴീനാട്ടാൻ സൗണ്ട് കേൾക്കില്ലാന്ന്. ഞായറാഴ്ച ഉഷാർ പരിപാടികളുണ്ടാവണം. ഇന്നത്തെ ഞായറാഴ്ച എന്താ ചെയ്യലേ? മുരിങ്ങടല എന്താ ടേസ്റ്റ് വെച്ചിട്ടാ? ആവി പറക്കണ ചോറ് കണ്ട ചോറാവും വൈകിയോ? ആവി പറക്കണ. ഈ അടുപ്പിൻ്റെ ഉള്ളിലില്ലേ ഈ കടലാസ് കുത്തിത്തിരിക്കണതിൽ കലിക്ക് വേറൊന്നുമില്ല. അതാരാ ചെയ്യണത് കാണൂല്ല. എല്ലാ ഞായറാഴ്ചയും നമുക്ക് ചിക്കൻ എന്തെങ്കിലും ഉണ്ടാവും. പ്രാവശ്യം നമ്മൾ ചിക്കൻ എടുത്തില്ല കേട്ടോ. അപ്പം ഇന്ന് പ്രാവശ്യം മീനാക്കാമെന്ന് വിചാരിച്ചേ. ഞായറാഴ്ച ദിവസം പൊതുവെ എല്ലാവർക്കും സമയം വഴുകും. നേരത്തെ നീക്കുകയൊക്കെ ചെയ്തു, നടക്കാനൊക്കെ പോയി. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പുതിയ വീടിൻ്റെ അവിടെ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും 8:15. പിന്നെ ഞായറാഴ്ചയാണല്ലേ ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസം അല്ലേ? അങ്ങനെയുണ്ടോ? ആ അല്ലമ്മ, നീച്ചിട്ടൊന്നും ഇരുന്നിട്ടന്നെ ഇല്ല അല്ലേ? ഇല്ലല്ലോ. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള പണികൾ ഞായറാഴ്ചയിൽ ഇത്രയൊക്കെ പണിയായിരുന്നു. അതല്ല ഏട്ടാ, ഞായറാഴ്ച വൃത്തിയാക്കാൻ നിന്നിട്ടാണേ. ഇനി അപ്പുറത്തെ ഭാഗം വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ഇനി അപ്പുറം സൈഡ് വൃത്തിയാക്കാണ്ട് കിടക്കണം. അതൊക്കെ എപ്പോഴും ഒഴിവിന് ചെയ്താൽ മതി. എന്തായാലും ഇവിടെ വൃത്തിയാക്കിയാലും ഓരോ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാലും എനിക്കിപ്പല്ലേ എന്താ ഒരു സമാധാനക്കേട്. ആദ്യമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം അതിങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കുമ്പോഴല്ലേ എന്തോ മനസ്സിക്ക് ഇങ്ങനെ വൃത്തിയാക്കി എന്ന് പറയുന്ന പോലെ തോന്നി. വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ കാണല്ലേ വൃത്തിയായത്. വൃത്തിയാക്കിയാലും അത് വൃത്തിയായിട്ടല്ലേ ഇതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട. അപ്പം അത് വൃത്തിയായിട്ട് ഇരിക്കണം എന്നൊരു മനസ്സിനൊരു ആഗ്രഹം കേട്ടോ. നല്ല കട്ടിക്കുള്ള കൂട്ടാനാണല്ലോ. കട്ടിക്കൊന്നുമില്ല. അതാ ഞാൻ ചാറ് പോലെ വെച്ച്. ഇനി അനിയൻ പറയുമോന്നൊക്കെയാ. ഇതാണ്ടോ കറി ഇളക്കം വിളകാത്ത കറിയാ. ഇവിടുന്ന് തോന്നല്ലേ. ഞാൻ കട്ടിക്കൊന്നല്ല കേട്ടോ, ചാറ് കളറ്. മീൻകറി. മീന് തീരെ കച്ചവടം. കച്ചവടക്കാരനാണ് അങ്ങനെ ദേഷ്യം വന്ന് നിൽക്കണം. മീൻകറിയാ. മറ്റേത് 10-11 മണിയാകുമ്പോഴേക്ക് പോണതാ. ഇന്നിപ്പോൾ 12 പോകാൻ പറ്റിയില്ല. ഞായറാഴ്ച പിന്നെ മണ്ഡലമാസല്ലേ, അതുകൊണ്ടാണ്. നമ്മൾ മണ്ഡലമാസത്തിനെ നോമ്പെടുക്കുന്നില്ലേ ചോദിച്ചില്ലേ. നമ്മൾ എന്താ ഇത് കന്യാസ്വാമിയൊന്നല്ല കേട്ടോ ഞങ്ങളുടെ അവിടെ. അപ്പം അത് കാരണം ഞങ്ങൾ പണിയുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പറ്റൂല. നമുക്കിവിടെ എന്താ കുട്ടികളും മക്കളും ഇല്ലമ്മ പറ്റായുള്ളവരും പറ്റാത്ത ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനെ കൂട്ടി തൊട്ടിട്ട് എന്താ കാര്യം? മാല ഇടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എല്ലാം വൃത്തിയാക്കി ശുദ്ധത വരുത്തിയിട്ട് മാല ഇടും. പിന്നെ നമ്മൾ ഇറച്ചി മീനോ ഒന്നും കഴിക്കില്ല. മലയ്ക്ക് പോയിട്ട് വരുന്നവർ പുണ്യം വാങ്ങിക്കൊണ്ടിരിക്കുക, തളിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ നമുക്ക് പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ പറ്റുണ്ടാവും. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സ്വാമിമാരും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പറ്റാത്തവർക്ക് ഇവിടെ ഇരിക്കുക അല്ലേ. എനിക്ക് മരുന്ന് കഴിക്കും കൊണ്ട് പറ്റാതെ ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ അതൊരു സുഖമില്ലാത്ത ഇടപാടാ. എന്താ അങ്ങോട്ട് വരാതിരുന്നാ പോരെ? അത് ചെയ്യേണ്ടി വരും. അവിടെ തന്നെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ. അതിനുള്ള സൗകര്യമില്ലേ. പിന്നെ അടുപ്പ് വെക്കാനും നോക്കണം. അനിയൻ എന്നാ ഒഴിവ് നോക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോറും കൂട്ടാനും വെച്ചൂടെ.
പിന്നെ വെക്കാം. അമ്മയ്ക്ക് വെച്ച് തരുന്നതിനും കൊണ്ട് കുഴപ്പമില്ലേ. എന്താ വെച്ചാൽ അമ്മ നമ്മുടെ പോലെ അല്ലല്ലോ. പയറുപ്പേരി ഇട്ടാ, പയറുപ്പേരി എനിക്കിപ്പോൾ പയറുപ്പേരി വയ്ക്കുമ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇടുന്ന ഇഷ്ടമല്ല. തുള്ളി പച്ചവെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉള്ളി എന്താ പച്ചമുളകും കീറിയിട്ട് ഉപ്പ് ഇടുക. എന്നിട്ട് ലാസ്റ്റ് ഇത് വെന്ത് വരുമ്പോഴേ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പേരി ഇപ്പം നല്ല രസമുണ്ട്. മറ്റേത് ഒരു കുരുടാൻ്റെ ചൊയാലമ്മ ഉപ്പേരിക്ക്, അത് നല്ല ഉണ്ടല്ലേ, കുരുടാൻ്റെ നല്ല ചൊയുണ്ട് കേട്ടോ. അതാ ഉപ്പേരിയായി. പിന്നെ നമ്മൾ വീട്ടിൽ അമ്മ വരുന്നത് അറിഞ്ഞില്ലേ, അമ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പയ്ക്ക് നമ്മളിവിടെ മീൻ വാങ്ങിയിരുന്നു. അപ്പം അമ്മയ്ക്ക് മീൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്താ മുരിഞ്ഞ കറി വെച്ചത്. ഇനി പപ്പടം കാച്ചണം. പിന്നെന്താ അച്ചാറും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ തൈര് കിട്ടിയാൽ മതി. തൈരാണ് പറഞ്ഞ വെച്ചാൽ ഒരു പാത്രം തൈര് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. തൈര് വാങ്ങണമെന്ന് ഏട്ടൻ ചോദിച്ചാൽ അപ്പോൾ തൈര് ഉണ്ട് ഒരു പാത്രം. അപ്പം അത് മതിയല്ലോ എന്ന് വിചാരിച്ചു അല്ലേ. വെക്കണം പറഞ്ഞിട്ട് കഷ്ണം 2 പ്രാവശ്യം നോക്കാൻ പോയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതാ പിന്നെ ചൂരമീൻ വറുത്തതുണ്ട്. രാവിലെ ദോശ ഉണ്ടാക്കിയതാണ്. പിന്നെ പുട്ട് കഴിഞ്ഞില്ല. ഇനി കുറച്ചുകൂടി വറുക്കണോ? ഇതാണ്ടോ നമ്മൾ എങ്ങനെ വറുത്ത് വെക്കില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് അപ്പം വറുക്കുക, അപ്പം എടുക്കുക. അല്ലാതെ കുറേ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടില്ലേ. വറുത്ത് വെക്കുന്നത് പപ്പടം കാച്ചണ്ട. ഇനി ആ ഉപ്പേരി മാറ്റിയിട്ട് അതൊന്നും പറയാൻ. ഇതെന്താ മനസ്സിലായോ? ഇതാണ് മീനിൻ്റെ തല. നമ്മളിത് മീനിൻ്റെ തല ഇതുവരെ ഇന്നാള് ഞാൻ വറുത്ത് നോക്കിയിട്ടോ. അപ്പം അത് ടേസ്റ്റ് തോന്നി. അവൻ എന്ത് കറി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇത് വറുക്കാന്ന്. തലക്കറിയോ കുരുമുളകൊക്കെ ഇട്ട്. പിന്നെ അയില വാങ്ങാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. കാരണം ഈ കഷ്ണമീൻ കറി വെച്ചാൽ എനിക്കിഷ്ടമല്ല. അപ്പം അയിലേക്ക് അയില തലയല്ല ഫുള്ളായിട്ട് പപ്പടം. ആ വലിയ ചൂര അത്യാവശ്യം വലുത്. പപ്പടം കുട്ടികൾക്ക് പപ്പടം വേണോ? പപ്പടം കാച്ചി വെച്ചപ്പോ അല്ല നാളേക്കിനി മീനുണ്ടല്ലോ ഒന്ന്. അവര് പണിക്ക് അവർക്ക് കൊടുക്കും. പണിയുന്നവർക്ക് പപ്പടം കാച്ചി കൊടുക്കും. അവർക്ക് മീനപ്പേ ഇതെന്താ വെള്ളം ഫ്രീസറിൽ വെച്ചിട്ടേ അമ്മ മാങ്ങ കൊണ്ടുവന്നതാട്ടോ. അമ്മ വന്നിട്ടുണ്ടേ. ഇത് ഉപ്പിലിട്ട് വെച്ചാ പച്ചമുളകും കയറിയിട്ട് ഉപ്പിലിട്ട് വെച്ചാതാണ്ടോ. ഇനി കിട്ടില്ല. അവിടെ എപ്പോഴും ഉണ്ടാവേ. വലുതുണ്ട് കണ്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയുണ്ട്. ഇതാ ഇത് ഇതായിക്കണം കണ്ടോ. പുളി നല്ല പച്ചക്കാന്ന് വെച്ചാൽ നല്ല പുളിപ്പാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങ. ഇവിടെ മാങ്ങപ്രാന്തന്മാർ ഇഷ്ടംപോലെയാണ് കണ്ടോ. വലിയ മാങ്ങയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പഴുത്തില്ലേട്ടാ. എന്താ എന്ത് രസമായിരുന്നു എന്നറിയാം മാങ്ങ. അച്ചാറെക്കാലോ വിചാരിച്ചിട്ടേ അമ്മ 2 ദിവസമായി പറയണു മാങ്ങ ഉണ്ട് വായോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടോ മാങ്ങ. അപ്പം എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓരോ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അമ്മ ഇങ്ങോട്ട് പോന്നു. ഞാൻ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ അല്ലേ. അവരാണെങ്കിലോ ഇപ്പോൾ ഈ കുട്ടികൾ കുളിക്കാൻ പോയിട്ട് വരും. അമ്മ വന്നിട്ട് ഡ്രസ്സും കൂടി മാറ്റിയിട്ടില്ല കേട്ടോ. കുളിക്കാൻ പോകാൻ അമ്മ പോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ പോണ്ടാന്ന്. കോഴികളൊക്കെ പോയോ? 2 കള്ളപ്പട്ടയുണ്ട്. ബാക്കിയൊക്കെ എന്താട്ടി?
ബാക്കി നായ പിടിച്ചു, കുറുക്കൻ പിടിച്ചു. അല്ല കുറുക്കനാണെന്ന് അറിയില്ല, കുറുക്കനെ കീരിയാന്ന് ചായപ്പൊടി അങ്ങനെ കൊണ്ടുപോയി. ബാക്കിയുടെ പട്ടി ചായപ്പൊടി അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് പറ അവിടെ. ഒരു ചായപ്പൊടി വേണോ? ചായപ്പൊടി വേണോ? ദാ ചായപ്പൊടി ദാ. ചായ എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? കുറേ പേര് ചോദിക്കും, പ്രത്യേകിച്ച് അമ്മ വന്ന അന്വേഷണം പറയണേ, അമ്മയ്ക്ക് സുഖമായിരിക്കണോന്നൊക്കെ ചോദിക്കും. അമ്മ വന്നു. ഇനി അമ്മ മലയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്താ ഇപ്പോഴല്ല, അടുത്ത ശനിയാഴ്ച മാലടണം വിചാരിച്ചിട്ടാണ് അല്ലേ. എന്നിട്ട് മൂന്നാമത്തെ എന്നിട്ട് അടുത്ത മാസം ധനുമാസം 1-ാം തീയതിയാണ് പോണത്. ഇവര് അതിന് പോവുക പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ, കുറച്ചൊന്നല്ല. കണ്ടിട്ടില്ലേ ഇപ്രാവശ്യം അമ്മ 80 സമയം. എത്ര സമയം വരാ? എന്നാലും 10-60 സ്വാമിമാരുണ്ട്, 60 സ്വാമിമാരുണ്ടാവും. അവിടുത്തെ മലയ്ക്കൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ മലയ്ക്ക് പോണത്. ഭജന പാട്ടും അന്നദാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കില്ലമ്മ. അതിനെന്താ ഇവര് വിരിച്ചിട്ടാണേ. വിരിച്ചിട്ടോ? എന്ത് വിരിക്കുന്നു? പിരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞത്. ഫണ്ട്, ഓണ ഫണ്ട് പോലെ കൂടുക. അപ്പൊ ലാസ്റ്റ് ആവുമ്പോഴേക്കും ആർക്കും അത് അങ്ങനെ ഫണ്ട് വെക്കുക. പിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്കധികം തടി തട്ടില്ലാന്ന്. അയ്യപ്പ സ്വാമിയിലേക്ക് പോവുകയും ചെയ്യാം. അപ്പൊ അതിലത്തെ ഒരു ഭാഗം പൈസ അമ്പലത്തിക്കും കിട്ടും. ആഴ്ചക്ക് പൈസ കൊടുക്കുക? ആഴ്ചക്ക് 100. ഓണഫണ്ട് പോലെ തന്നെ അല്ലേ? ശബരിമല ഫണ്ട് അവിടെ. ഇത് പലിശക്ക് കൊടുക്കില്ലേ ഇപ്പൊ? അടവ് പോലെ എല്ലാവർക്കും മാത്രല്ലേ? എന്നാ തന്നെ കാര്യമായില്ലേ. പലിശ അധികം വേണ്ടമ്മ. അല്ല എന്നാലും ഒരാവശ്യം നടക്കല്ലോ, ചെറിയ ചെലവിൽ ആവശ്യം നടക്കല്ലോ. കടുപ്പറിയണില്ലേ? എന്താ സുഖന്നെ? ഏയ് ചായക്ക് കടിയൊന്നുമില്ല അത്ര. അമ്മ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ മാങ്ങയും കൊണ്ടുവന്നു, മുന്തിരി കൊണ്ടുവന്നു, ഞങ്ങൾ ജ്യൂസ് അടിച്ചു. ഓറഞ്ച് കൊണ്ടുവന്നു, ഞങ്ങൾ തിന്നു. പിന്നെന്താ സുകന്യെ, ഇനി ഞാൻ വല്ല മെഷീനും ആവണം അമ്മ. അയ്യോ അമ്മ ചെയ്യമ്മ. ഞാനേ ആ മുറിച്ചിട്ട് ഇടാ. ഇനിയിപ്പോൾ എന്താ പണി കഴിഞ്ഞു? ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ. ഇനി പണിയൊന്നുമില്ല, വൈകുന്നേരം വരെ. ഇനി ഒന്ന് മുറങ്കോലായി അടിച്ച് നടക്കാനൊന്ന് കുറച്ചു നേരം പോകണം. ഞാൻ ഉറങ്ങിയില്ല. ആ ചക്കൻ അപ്പോ ഏട്ടാ ഒന്ന് വീഡിയോ നിർത്തി കാണി. എന്തെങ്കിലും പോയി തിന്നാമായിട്ട് വന്നോളി. അമ്മ അറിയാം എന്തെങ്കിലും തിന്നാൻ വാങ്ങിയാൽ മതിയായിരുന്നു. ഉള്ളിവട വാങ്ങിയത് 5 മണിക്ക് പോയ ഉള്ളിവട കിട്ടും. അടിപൊളി ഉള്ളിവട ഉമ്മനടി. വിശക്കുണ്ടാവും അമ്മയ്ക്ക്. അതെന്താ അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, എൻ്റെ അനിയനും കൂട്ടുകാരൊക്കെ വന്നിരുന്നു കേട്ടോ കോഴിക്കോട്ട് നിന്ന്. അവർ വന്ന് കുറച്ച് നേരം നിന്നിട്ട് പോയി. നമ്മളെന്തായാലും വീടിൻ്റെ ഫങ്ഷനൊക്കെ ആവുന്ന സമയത്ത് കാണാലമാ. കുറേ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തായാലും ഫങ്ഷന് തലേ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലേട്ടാ. അവരുടെ തിരക്ക് എന്താവും പറയാൻ പറ്റില്ല. എന്തായാലും വരുന്നുണ്ടാവും, വരാതിരിക്കില്ല. അത്രയും വീടൊക്കെ വന്ന് കണ്ട് സന്തോഷമായി. ഭയങ്കര സന്തോഷമായിരിക്കണം മൂപ്പരാൾക്ക്. എന്തായാലും കണ്ടിട്ടില്ലല്ലോ. 2 ഏട്ടന്മാരല്ലേ കണ്ടിട്ടുള്ളൂ. എൻ്റെ അനിയനെ കാണണ്ടേ? എൻ്റെ അനിയനെ കാണാം കേട്ടോ. എന്താ അമ്മൻ്റെ മോതിക്ക് നോക്കണ്? അപ്പോൾ
നമുക്ക് ചിലത് രക്തബന്ധമോ അല്ലെങ്കിൽ ഒന്നുമല്ല, പക്ഷെ നമുക്ക് അതിനേക്കാട്ടിലും വലുത് എന്ന് പറയില്ലേ, പക്ഷെ രക്തബന്ധത്തിനേക്കാട്ടിലും വലിയ ഓരോ ബന്ധങ്ങളുണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു ബന്ധം. അതെന്തായാലും കാണിച്ചു തരാം കേട്ടോ. താടിക്ക് എന്താ അവള് കൈ കൊടുത്തത്? വെറുതെ സങ്കടത്തിലാണ്, ചായക്ക് കടിയിലാണ്, പിന്നെ എന്ത് സന്തോഷിക്കാനാണ്. അപ്പോൾ എന്താ ഞാനേ അപ്പുറത്തെ ചായ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ, ചായ കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഒന്ന് പറയടി. ടാറ്റു.